ഇനി സ്വല്പം മ്യൂസിക് കേൾക്കാം, കേട്ടു നോക്കൂ. തോട മാറാൻ ഏതോ കാലക്കേടില്ലാണോ, വായോ കാണാൻ പോകാം ഈ റോഡിന്റെ ഒരു ഭംഗി. ഞെട്ടി ടയറും പൊട്ടി അടിയും തട്ടി ഇവിടെത്തി, ചുറ്റി കുഴികൾ എണ്ണി പലരും മുങ്ങി പണി കിട്ടി. ഈ ഗതി കേടിനി മാറ്റമുണ്ടോ, ഈ ദുരന്തം ഒന്ന് മാറ്റിടാമോ. റോഡു കാണാൻ ഒരു ആഗ്രഹമാ, ആളിരുന്നാൽ അതു തോടുപോല. എങ്ങനെയുണ്ട് പാട്ട്? അർത്ഥഗംഭീരമായ പാട്ടല്ലേ, അർത്ഥസമ്പുഷ്ടമായ പാട്ടല്ലേ. കുമാരനാശാൻ എഴുതൂ ഇതുപോലെ? അത്ര ഗംഭീരമായിട്ട് എഴുതിയിട്ടുണ്ട് ആ പാട്ട്. പാടിയതും നന്നായിട്ടുണ്ട്. അതിൽ അവസാനം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഈ റോഡുകളുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ എന്തെങ്കിലും തീരുമോ, എന്തെങ്കിലും നല്ലൊരു റോഡ് നമുക്ക് കാണാൻ പറ്റുമോ, ഈ ദുരിതം എന്തെങ്കിലും തീരുമോ? തീർക്കേണ്ടത് ആരാണ്? നമ്മൾ തന്നെയാണ്. നമ്മൾ സംഘടിക്കുക എന്നുള്ളതാണ്. ആരാണ് റോഡിൻ്റെ അവകാശികൾ? വാഹനോടമകളാണ്. റോഡുകൾക്ക് വേണ്ടി ലക്ഷങ്ങൾ നികുതി കൊടുക്കുന്ന വാഹനോടമകളാണ് റോഡിലുള്ള പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്യേണ്ടത്. അത് അഡ്രസ്സ് ചെയ്യാൻ നമുക്ക് കഴിയില്ലെങ്കിൽ നമ്മളൊരു കഴിവ് കെട്ട ജനതയാണ് എന്ന് ലോകം വിധി എഴുതും. ഓൾറെഡി അങ്ങനെ പല കാര്യങ്ങളും നമ്മളൊരു കഴിവ് കെട്ട ജനതയാണെന്ന് ലോകം വിധി എഴുതിയിട്ടുണ്ട്. പല കാര്യങ്ങളിലും അത്യന്തം കഴിവുള്ള ജനതയാണെന്ന് പറയുമ്പോഴും റോഡുകളുമായി ബന്ധപ്പെട്ട, ട്രാഫിക്കുമായി ബന്ധപ്പെട്ട, വാഹന ഗതാഗതവുമായി ബന്ധപ്പെട്ട, റോഡ് സംസ്കാരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നമ്മളൊരു കഴിവുകെട്ട ജനതയാണെന്ന് ലോകം വിലയിരുത്തിയിട്ടുണ്ട്, എഴുതി വെച്ചിട്ടുണ്ട്. നമുക്കൊരു മാറ്റം വേണ്ടേ? അങ്ങനെ ഒരു മാറ്റത്തിന് വേണ്ടിയാണ് അസോസിയേഷൻ ഓഫ് വെഹിക്കിൾ ഓണേഴ്സ് കേരള എന്നൊരു സംഘടന രൂപം കൊണ്ടത്. അത് പ്രവർത്തിക്കുന്നത്, എന്നെപ്പോലുള്ള ആളുകൾ അതിനു വേണ്ടി അഹോരാത്രം പണിയെടുക്കുന്നത്, വായിലെ വെള്ളം വറ്റിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, ജോലി തിരക്കിനിടയിലൊക്കെ. അപ്പോൾ ഈ വാഹനോടമകളുടെ സംഘടനയെ ഒന്ന് നമുക്ക് പുഷ്ടിപ്പെടുത്തണം. നിങ്ങളൊക്കെ വാഹനോടമകളുടെ ആണെങ്കിൽ ഈ സംഘടനയിൽ മെമ്പർഷിപ്പ് എടുക്കണം. വെറും 100 രൂപ മാത്രം സ്പെൻഡ് ചെയ്യാൻ തയ്യാറായാൽ നിങ്ങൾക്ക് അവോക്കിൻ്റെ മെമ്പർഷിപ്പ് കിട്ടും. ഈ അവോക്ക് എന്നുള്ളത് ഒരു ആശയമാണ്, വെറുതെ ഒരു സംഘടനയല്ല, ഒരു ആശയമാണ്. ഒരു റോഡുകളുമായി ബന്ധപ്പെട്ട, വാഹന ഗതാഗതവുമായി ബന്ധപ്പെട്ട, അടിസ്ഥാന സൗകര്യവുമായി ബന്ധപ്പെട്ട വിശാലമായ ലക്ഷ്യങ്ങളുള്ളൊരു സംഘടനയാണിത്. ഈ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് സംഘടനയുടെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഭരണഘടനയിൽ തന്നെ എഴുതി ചേർത്തിട്ടുണ്ട്. നമ്മൾ എന്തിനാണ് ഇങ്ങനെ ഒരു സംഘടന ഉണ്ടാക്കുന്നത്, ഇതിൻ്റെ ലക്ഷ്യങ്ങൾ എന്താണ്, നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത്, എങ്ങനെയൊക്കെയാണ് ചെയ്യാൻ പോകുന്നത്, നമുക്ക് കൊണ്ടുവരാൻ കഴിയുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്, അത് ഏതൊക്കെ തരത്തിലായിരിക്കും ഒരു സംസ്ഥാനത്ത് അല്ലെങ്കിൽ ഒരു സമൂഹത്തെ ഗുണകരമായി ബാധിക്കുന്നത്, ഗുണഫലങ്ങൾ എങ്ങനെയായിരിക്കും അത് ലഭിക്കുന്നത്, എങ്ങനെയായിരിക്കും റോഡിൽ യാത്രക്കാരും വാഹന ഉടമകളും അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ നമ്മൾ അഡ്രസ്സ് ചെയ്യുന്നത്, പരിഹരിക്കുന്നത് എന്നൊക്കെ വളരെ കൃത്യമായിട്ട് എഴുതി തയ്യാറാക്കിയ ഒരു ഭരണഘടനയും അതിൻ്റെ ആമുഖവും അതിൻ്റെ സംഘടനാ സംവിധാനവും ഒക്കെ നമ്മുടെ വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ള ആളുകളൊക്കെ ഒന്ന് നോക്കൂ. ഒരു സമൂഹത്തിന്, നമ്മളൊക്കെ ജീവിക്കുന്ന ഈ സമൂഹത്തിന് എന്തെങ്കിലും ഒരു മാറ്റം നമുക്ക് കൊണ്ടുവരാൻ കഴിയുമെങ്കിൽ അതാണ് നമുക്ക് ഈ സമൂഹത്തോട്, നമ്മുടെ നാടിനോട് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ കാര്യം. ഏതായാലും ഒന്ന് നോക്കൂ, ഒന്ന് ശ്രദ്ധിക്കൂ. അവോക്കിൻ്റെ ശബ്ദങ്ങളെ നിങ്ങളൊന്ന് ഏറ്റെടുക്കൂ. താങ്ക് യു.